എന്തെല്ലാം സുഖം തന്നെയല്ലേ? ജനങ്ങൾക്കെല്ലാം സുഖത്തോടെ ജീവിക്കുന്നു എല്ലാവരും. ഓ, ഞാൻ ഒറ്റയാനാണ്. ഒരു പേരെല്ലാം കട്ട് ചെയ്ത് മീറ്റതെല്ലാം പേര് പേരെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ നിൽക്കും. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ, വെറുതെ ഒറ്റയാനെല്ലാം വല്ലാണ്ട് പാർട്ടിക്കാരെ ദ്രോഹിക്കുന്നുള്ളൂ. എന്ത് ചെയ്യാൻ? അവിടെ ക്ഷേത്രം പൊളിച്ച് ചാടിയിട്ട് അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ആരോട് പറയാൻ? ഇനിയിപ്പോൾ വോട്ട് ഇലക്ഷനായി, അടുത്ത ഭരണം വരും. റോഡ് ഒരു ഭാഗം, കുന്നൊരു ഭാഗം, പുഴയൊരു ഭാഗം. പുഴ മാത്രം തോണ്ടിയിട്ടില്ല എന്തോ ഭാഗ്യത്തിന്. അവൻ കൂടി തോണ്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഏലൂട്ടിയാനും പോവുക. റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ഒരു ഭാഗം, ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ കുന്നും വന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് പോവും, അത് വേറൊരു ഭാഗം. മൊത്തം ടോട്ടൽ നാച്ചക്കഞ്ഞിയും അതിൻ്റെ അപ്പുറം ആക്കി വെച്ചാൽ വേണ്ട, അതിൻ്റെ തലയിൽ ഇടിത്തി വീണേ എന്ന് മാത്രമേ ഞാൻ പറയൂ. അവിടെ ക്ഷേത്രം പൊളിച്ചിട്ടാണെങ്കിൽ അത് അതിനെ കൊണ്ട് ഭയങ്കര ചോറ. ആരും ഒരു മുട്ടാണിക്കുന്നില്ല. ഇത്ര പണ്ട് കാര്യമില്ല. ആരോട് പറയാൻ? ആർക്കും വോട്ട് ചെയ്യാതെ നല്ലത്. എനിക്കതാ തോന്നുന്നു. നശിച്ച കേരളം എന്ന് പറയുന്നത്. റോഡുണ്ടാക്കുന്ന ആ സമയം ഉണ്ടല്ലോ, ഒരു റോപ്പ് വേറെ എന്തെങ്കിലും എല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെ റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിലത്തൂടിയല്ലേ ഉണ്ടാക്കല്. മനുഷ്യന്മാർ ജനങ്ങൾ വിഡ്ഢികളാവുകയല്ലേ ചെയ്യുന്നു. റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിലത്തൂടിയല്ലേ ഉണ്ടാക്കേണ്ടത്. ആകെ ഒരാളെ ഹൈറ്റിൽ മാത്രം മണ്ണിട്ടിട്ട് ഹൈവേ നിലത്തൂടി ആക്കിയാൽ പോരെ? എന്ത് ചെയ്യാൻ? ആരോട് പറയാൻ? നശിച്ച ഭരണം മാറണം. മാറിയാലും ഇനി രക്ഷയൊന്നുമില്ലല്ലോ. ഇനിയെല്ലാം അനുഭവിക്കലാണ്. ഇനി എന്ത് രക്ഷ? റോഡങ്ങനെ ആ പുഴയും കൂടി തോണ്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നേ തീരാവില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന മലേൻ്റെ ഒരു സെൻറ്റിൽ അല്ല, ഒരു ഏക്കറിൽ ഒരു ആണിയിടാൻ കഴിയാതെ പണ്ടായിയാണ്. ഒരു കൈത്തോട് ഇടാൻ കഴിയാതെ പണ്ടായി. നായിൻ്റെ മൺ കായ്സാട് നായിൻ്റെ മൺ ഭരണത്തൊക്കെ നാശ. ആരോട് പറയാനാ ദൈവം? വീട്ടിൽ വന്നിട്ട് ഒരേ ശല്യമാണ്. എന്തെന്ന് ചെയ്യാനാണ്? പാർട്ടിക്കാർ തോന്നിയ പോലെ ഇടപെടുന്ന ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രവും മുടിച്ച്. കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രങ്ങളാണ് കേരളത്തിന് കുറേ. അതാണ് ഒന്ന് കരകയറാതെ. ആരോട് പറയാൻ? ഒരു പെണ്ണിൻ്റെ മനസ്സ് കാക്കുന്നുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹിന്ദുസ് പെണ്ണിൻ്റെ മനസ്സാക്ഷിയോ കാക്കുന്നുണ്ടോ? ഒരു 10 കപ്പലിൻ്റെ മനസ്സാക്ഷി ഒന്ന് ചോദ്യം ചെയ്ത് നോക്കി. 10 കപ്പാളത്തിന് എത്ര ഐക്യമുണ്ടെന്ന് ആരോട് പറയാൻ? ജനങ്ങൾ അറിഞ്ഞ് പെരുമാറണം. ജനങ്ങൾക്ക് വേണ്ടുന്ന ജനങ്ങൾ പറയണം. കുടുംബ കോടതി നോക്കി എന്തെന്നാണ്? കുടുംബ കോടതി എന്ന് പറഞ്ഞാൽ കോടതി വക്കീലുമാർക്ക് പൈസയാക്കുക. വേറെ എന്തും വക്കീലിന് പൈസയാക്കാന്നല്ലാണ്ട് വേറെ എന്ത് കാര്യമാണ്? ഡൈവേഴ്സ്. ആരോട് പറയാൻ? ആരും വോട്ടൊന്നും ചെയ്യണ്ട.
മുടിഞ്ഞ് പിരാന്തായി പോണേ, എന്ത് ചെയ്യാനാണ്. ആരോട് പറയൂ, ആരോട് 5-10 കൊല്ലം ഭരിച്ചിട്ട് എന്ത് കാര്യം. പെണ്ണുങ്ങന്മാർ ചവിടി പിടിച്ച് നായിൻ്റെ മുന്നിലും ഭരിച്ച് തോൽച്ച് വെക്കുക എന്നല്ലാണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ മനസ്സാക്ഷിയോ അറിയാൻ കഴിയുന്നില്ല. ജനങ്ങൾക്ക് പറയാൻ കഴിയും, അറിയാൻ കഴിയുന്നുണ്ട്. പാവപ്പെട്ടവൻ എന്നും ആരുമില്ലാതെ തേണ്ടി തീയലുണ്ടോ. പിന്നെ ആരും ചോദിക്കാനുണ്ടെങ്കിൽ പറയാനുണ്ടാവില്ല. ദൈവം ചോദിക്കുമോ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇത്താന്നുണ്ട്. സത്യം 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 ഇക്കി 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 എന്ന് പറഞ്ഞിട്ട് പാടി നടക്കുമ്പോൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ് ഇനി, എങ്ങനെയാ ഭാവി, എന്ത് ചെയ്യാൻ. ആരോട് പറയണ്ടോ. എന്താ ആൾക്കാർ വോട്ട് ആർക്ക് ചെയ്തിട്ട് കാര്യം, ആരോട് പറയൂ. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ജനങ്ങളെ കാര്യം ശരിയാവുന്നുണ്ടാ ഉറപ്പ്. ഒരു 10 ആളോട് വിളിച്ച് ചോദിച്ചിട്ട് അവർ ഭരിച്ച് മുടിച്ച് പോകുക എന്നല്ലാണ്ട് എന്ത് കാര്യമാണ്. 10 ആളോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് പിരാന്ത പവിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആകുന്ന പറഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ആരും വോട്ടടിക്കുന്നില്ല. കളക്ടർക്ക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. കളക്ടർ നീ ഒറ്റക്കായതുകൊണ്ട് അതും ഉപയോഗിക്കില്ല. അങ്ങനത്തെ എല്ലാ ആൾക്കാരാണ്. എടുത്ത് കൊടുക്കാന്ന് പറയുമ്പോൾ ആരും അതിൻ്റെ ചാതുര്യത്തിൽ എഴുതണം. എനിക്ക് എഴുതാൻ അറിയില്ല. ഓരോരുത്തരോട് എഴുതാൻ കയ്യും പിടിച്ച് നോക്കുമ്പോൾ പറയും നീ ഒറ്റക്കേ ഉള്ളൂ. അത് എഴുതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ആരോട് പറയാൻ. ക്ഷേത്രം പൊളിച്ചാടിയിട്ട് ക്ഷേത്രം അങ്ങനെയുണ്ട്. ഇതൊന്നും എടുത്തിട്ട് വേണ്ടി ഞാൻ ഇപ്പം അങ്ങ് പോക്കില്ല. ഞാൻ പറയുന്നതൊക്കെ ആരുമില്ല, എൻ്റെ ബന്ധത്തിലൊന്നും ആരുമില്ല. എല്ലാവരും ഇക്കി ഇക്കി എന്ന് പറയുന്ന എന്താന്ന് ആരോട് പറയാൻ. ജനങ്ങൾ തീരുമാനിക്കാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഭരണം ജനങ്ങളാണ് ഭരിക്കേണ്ടത്. ജനങ്ങളെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തിയിട്ട് അത്രേ പറയും. സത്യം വിജയിക്കട്ടെ, അത്രയേ പറയും. ന്യായവും സത്യവും വിജയിക്കട്ടെ. ചെകുവര എന്നെ വന്ന് ഉൾക്കൊണ്ടു കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ. കാരണം ഇനിയിപ്പം മഴ പെയ്യുമ്പോൾ അയാൾ കാണുന്നത് എല്ലാം ദൈവം കണ്ടു നിൽക്കണ്ടേ. ഞാനൊക്കെ ഒരേ ഒരു കാര്യം പറയുള്ളൂ, എന്നെ കാത്തിയിടണമേ, ജനങ്ങളെല്ലാം എന്നെ കാത്തിയിടണമേ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഗുണം വന്ന് രക്ഷിക്കണേ, എനിക്ക് ഗുണം വന്ന് രക്ഷിക്കണേ, എന്നെ കാത്തിയിടണേ, എനിക്ക് പായസം തരണേ, പെണ്ണുങ്ങൾ വെച്ച് തരുന്ന ഒരു പായസം തരണേ. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ഗുണം വന്ന് രക്ഷിക്കണേ, ഗുണം വന്ന് തീരെ നയ പൈസ ഇല്ല, അതുകൊണ്ടാണ്. ഗുണം വന്ന് രക്ഷിക്കണേ, ഗുണം വന്ന് രക്ഷിക്കണേ. ഞാനിലെ വേഷത്തിൽ ഇറങ്ങിയ യോഗം ഉണ്ടെങ്കിൽ ഞാൻ അതേ പറയും, എന്നെ കാത്തിയിടണേ. ഇപ്പോഴും ആ അവസ്ഥ ഒറ്റക്കാണ്.
നമ്മൾ എന്നല്ല, ഞാനെന്ന വ്യക്തി ഒറ്റയാനാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പൊലോളി ചെയ്യണം, എന്നാലേ കേരളം നന്നാവും. അല്ലെങ്കിൽ കേരളത്തിന് കൊച്ചി എന്ന് പേരുണ്ട്. അല്ലാണ്ട് വേറെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചു. കേരളത്തിൻ്റെ പുതിയ പേര് ഇടുന്നു. അല്ല, ഭരിക്കുന്ന കൂട്ടോട് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ മനസ്സിനൊത്ത് ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നു. ജനങ്ങൾ തീരുമാനിച്ചോളൂ. അത് ശരി, ജനങ്ങളെ ആലോചിച്ച് തീരുമാനിക്കും. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം പറഞ്ഞിട്ട് ഇനി കമ്മ്യൂണിസ്റ്റുകാരാണ് അടുത്ത വരാൻ പറ്റുന്നത്. അല്ല, പവീനെ പുറത്താക്കാൻ പറയുമ്പോൾ അത് കേൾക്കൂല. ക്ഷേത്രം പൊളിച്ചാടിയിട്ട് പ്രകാശം പറഞ്ഞു പിന്നെ അത് പവി തെറ്റ് ചെയ്തിട്ടുണ്ട്, പവീനെ ദൈവം ചുറ്റിക്കെട്ടും. ദൈവം എന്ന് പവീനെ ചുറ്റിക്കും. പാർട്ടിക്കാർ പോയിട്ട് ക്ഷേത്രം പൊളിച്ചാടി ആകെ മൂലക്കാൻ തന്നെ. എന്തിൻ്റെ ആവശ്യമാണ്? കേരളത്തിലെ അമ്മാതിരി പേരെല്ലാം കണ്ടു